ഇസ്രായേലും പാലസ്തീനും തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു 100 വർഷത്തെ ഹിസ്റ്ററിയിലൂടെ നമുക്ക് ബ്രീഫായിട്ടൊന്ന് കടന്നു പോകാം. നമ്മളിന്ന് വാർത്തകളിൽ കാണുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ട് ഈ തർക്കത്തിന്. പണ്ട് പാലസ്തീൻ എന്നറിയപ്പെടുന്ന ഈ മണ്ണിൽ ജൂതന്മാരും അറബ് മുസ്ലിമുകളും ക്രിസ്ത്യാനികളും സമാധാനത്തോടെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ബ്രിട്ടന്റെ കയ്യിലായി. ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് ബ്രിട്ടൻ പിന്തുണ നൽകിയതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ ഇവിടേക്ക് കുടിയേറി തുടങ്ങി. 1947 ഐക്യരാഷ്ട്രസഭ ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഈ ഭൂമിയെ രണ്ടായി വിഭജിക്കുക. ഒന്ന് ജൂതന്മാർക്ക് ഇസ്രായേൽ എന്ന പേരിൽ, ഒന്ന് മുസ്ലിമുകൾക്ക് പാലസ്തീൻ എന്ന പേരിൽ. ജൂതന്മാർ ഇത് അംഗീകരിച്ചെങ്കിലും സ്വന്തം മണ്ണ് വിഭജിക്കുന്നത് പാലസ്തീനികൾ എതിർത്തു. 1948 മെയ് 14 ഔദ്യോഗികമായി ഇസ്രായേൽ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും പാലസ്തീന്റെ വലിയൊരു ഭാഗവും ഇസ്രായേൽ പിടിച്ചടക്കുകയും ചെയ്തു. അതിനാൽ ലക്ഷക്കണക്കിന് പാലസ്തീനികൾക്ക് അവരുടെ നാടും വീടും ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് 1967 നടന്ന മറ്റൊരു യുദ്ധത്തിൽ പാലസ്തീനികൾക്ക് ബാക്കിയുണ്ടായിരുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും കൂടി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലായി. ഇന്ന് പാലസ്തീനികൾ തങ്ങളുടെ സ്വന്തം മണ്ണിൽ മതിലുകൾക്കും ചെക്ക് പോസ്റ്റുകൾക്കും ഉള്ളിൽ വീർപ്പുമുട്ടുകയാണ്.